ഈ അദ്ദേഹം കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെ വിഹരിച്ചത് ജയിലിൽ പോലീസുകാരുടെ ഞാൻ വരാം അങ്ങോട്ടേക്ക്. എനിക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായില്ലല്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശ്രീ PM മനോജ് ചൂണ്ടിക്കാട്ടുന്ന വിമർശനം പ്രസക്തമാണ്. കാരണം ഇവിടെ ഈ ജേക്കബ് ജോബാണ് അവിടെ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട പദവിയിലിരുന്നയാൾ. കേസ് അന്വേഷിക്കുകയല്ല, തൃശ്ശൂർ ജില്ലയുടെ ചുമതലക്കാരനായിരുന്നു അദ്ദേഹം പിന്നീട് പെട്ടെന്നൊരു ഘട്ടത്തിൽ പത്തനംതിട്ടയിലേക്ക് മാറ്റപ്പെടുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് മാതൃഭൂമി ന്യൂസ് ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. ഇദ്ദേഹം ഇങ്ങനെ മാറ്റപ്പെട്ടതിൻ്റെ കാരണം നിസാമുമായുള്ള അവിശുദ്ധ ബന്ധം കാരണമാണ് എന്ന്. അതാണ് ഈ 1.5 മണിക്കൂർ നീണ്ട വിവാദമായ കൂടിക്കാഴ്ചയും തുടങ്ങിയ വിവരങ്ങളും എല്ലാം പുറത്തു വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു സസ്പെൻഷൻ. ഞാൻ 2 കാര്യങ്ങളാണ് അങ്ങയോട് ചൂണ്ടിക്കാട്ടുന്നത്. ഒന്ന്, ഈ വിവരം അറിഞ്ഞിട്ട് രമേശ് അതൊരു സ്ഥലം മാറ്റം മാത്രമാക്കി മാറ്റി. മാതൃഭൂമിയോ ജെയ്സണോ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നിരുന്നില്ല എങ്കിൽ അതൊരു സ്ഥലം മാറ്റം മാത്രമായി പരിമിതപ്പെടുമായിരുന്നു ആരെ സംരക്ഷിക്കാൻ. 1. 2, അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ശ്രീ മനോജ് ചൂണ്ടിക്കാട്ടിയതുപോലെ സമ്പത്തിൻ്റെ ഒരു കേളീരംഗമായി ജയിലിനെ, പോലീസിനെ, മാധ്യമങ്ങളെയൊക്കെ നിസാം മാറ്റി. എങ്ങനെ? ഇതിനു മുൻപും ധാരാളം നിയമലംഘനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതെല്ലാം പോലീസിൻ്റെ മുൻകൈയിൽ ഒത്തുതീർപ്പിലേക്ക് പോവുകയായിരുന്നു. ആ ഒത്തുതീർപ്പ് പൊളിക്കുകയാണ് മാതൃഭൂമി ന്യൂസ് ചെയ്തത്. ആ ഒത്തുതീർപ്പിൻ്റെ കഥയാണ് ജെയ്സൺ പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ അത്തരം ഒത്തുതീർപ്പുകൾക്ക് വേണ്ടി ഈ ചന്ദ്രബോസ് കേസും അങ്ങനെ തന്നെ പോകുമായിരുന്നു മാധ്യമങ്ങൾ ഇടപെട്ടില്ല എങ്കിൽ. അപ്പോൾ വലിയ 2 കുറ്റങ്ങളാണ് രമേശ് ചെന്നിത്തലയ്ക്ക് മേലുള്ളത്. എന്നിട്ട് മതി കണ്ണൂരിൻ്റെ കാര്യം. അല്ല, നമ്മളിപ്പോൾ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ചോദ്യം വന്നാൽ അതിന് ഉത്തരം പറഞ്ഞല്ലേ പറ്റൂ. വേണു ഇവിടെ മനോജ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും മറുപടി അർഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വേണു അടക്കമുള്ള കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ ഞാൻ വെല്ലുവിളിക്കുകയും ക്ഷണിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് ഈ മാതൃഭൂമി ചാനലിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കളവാണെങ്കിൽ ഞാൻ എൻ്റെ പൊതുജീവിതം അവസാനിപ്പിക്കാം. നിങ്ങളെല്ലാവരും ഒരു ടീം ഓഫ് മാധ്യമ പ്രവർത്തകർ, ഞാനും മനോജും അടക്കം നിങ്ങളോട് വരാം. കണ്ണൂർ സെൻട്രൽ ജയിൽ നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം കളവാണെങ്കിൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം കതർ അഴിച്ചു വെച്ച് നിർത്തിയേക്കാം. പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ നടത്തില്ല. 2, മനോജ് നിയമപരമായ അനുമതി ഇല്ലാത്ത ഞാൻ പറയട്ടെ, മനോജ് ഈ പറഞ്ഞതെല്ലാം സത്യമാണ്. പിന്നെ ദേശാഭിമാനി പ്രവർത്തിക്കരുത്. അദ്ദേഹം മാധ്യമ പ്രവർത്തകർ കാശ് വാങ്ങിക്കുമെന്ന് പറഞ്ഞു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അനുഭവം ഗുരു തഥൈവ എന്നാണ്. കാരണം പാലക്കാട്ട് ചാക്ക രാധാകൃഷ്ണന്റെ പടം വാങ്ങിച്ചുകൊണ്ടും പിന്നെ സാന്റിയാഗോ മാർട്ടിന്റെ ബോണ്ട് വാങ്ങിച്ചിട്ടും പ്രവർത്തിക്കുന്ന ഒരു പത്രമാണ് ദേശാഭിമാനി. ഇന്ന് സാമാന്യ ബോധമുള്ള കേരളത്തിലെ അരിയാഹാരം തരുന്ന മലയാളികൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് ആരെങ്കിലും മാധ്യമപ്രവർത്തകർ ഇത്തരം ആളുകളുടെ നിന്ന് കളങ്കിതരുടെ നിന്ന് പണം വാങ്ങിച്ച് പത്രപ്രവർത്തനം നടത്തുന്നെങ്കിൽ നമ്പർ 1 ഈസ് ദേശാഭിമാനി. അതിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് എൻ്റെ ബഹുമാന്യ ചീഫ് എഡിറ്ററാണ്, റെസിഡന്റ് എഡിറ്ററാണ്. ഞാൻ പറയാം 2, ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ ധനേഷും അതുപോലെ തന്നെ ദമന്തിയും പറഞ്ഞു. എന്താ പറഞ്ഞത്? 2 ആഴ്ചയ്ക്ക് മുമ്പ് പരാതി കൊണ്ടുപോയി കൊടുത്തു. ഞാൻ എല്ലാ ചോദ്യത്തിനും പറഞ്ഞു. എനിക്ക് 2 അപ്പം സ്വാഭാവികമായി പരാതി കൊടുത്ത ആർക്കാ? നിശാന്തിനിക്ക്. 2011 അവരാദ്യമായി ASP ആയി തൊടുപുഴയിൽ ചാർജ് എടുക്കുമ്പോൾ അവിടുത്തെ ഒരു പാവപ്പെട്ട യൂണിയൻ ബാങ്കിൻ്റെ ബ്രാഞ്ച് മാനേജർക്കെതിരെ ഒരു സ്ത്രീപീഡന കേസ് എടുക്കുകയും 4.5 വർഷക്കാലം ആ കേസ് അദ്ദേഹം നടത്തുകയും അവസാനം തൊടുപുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഈ പറയപ്പെടുന്ന SP-യെയും ഇവരെ സർവീസിൽ വെച്ചേക്കാൻ കൊള്ളത്തില്ലെന്ന് അവർ പറഞ്ഞ് സസ്പെൻഡ് ചെയ്യാൻ പറഞ്ഞു. അന്നും കേരളത്തിൽ ഉന്നതരായ ഒരു പോലീസ് ലോബി ഇടപെട്ടിട്ട് പറഞ്ഞു, ഇവർ IPS സർവീസ് കയറി പോലീസിൽ വന്നതേ ഉള്ളൂ, അവർക്ക് ഭാവിയുണ്ട്, തൽക്കാലം ഈ കേസിൽ അവരെ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് നിശാന്തിനിക്ക് അന്ന് പ്രൊട്ടക്ഷൻ കൊടുത്തു. അവിടെ ട്രാക്ക് റെക്കോർഡ് വളരെ മോശമാണ്. ഞാൻ പറഞ്ഞോട്ടെ 2. അപ്പം പിന്നെ അങ്ങനെ ഈ ജമന്തി കൊണ്ട് അപേക്ഷ കൊടുത്താൽ ഇവിടെ പിന്നെ ഇവരിപ്പോൾ പറഞ്ഞു പിന്നെ ജയിലിൽ പോയി സരിതയെ കണ്ടു. ഇതൊക്കെ നമ്മൾ എത്രയോ പ്രാവശ്യം എന്തിനാ പറയുന്നത്? നമ്മുടെ ചിറ്റപ്പൻ, ഇപ്പം തേക്കപ്പനെന്നും കൂടെ അറിയപ്പെടുന്ന EP ജയരാജൻ ആ സരിതയ്ക്ക് എത്ര കോടി കൊടുക്കാവുന്ന എക്സ്ക്ലൂസീവ് ഇന്ത്യ ടുഡേ മാനനഷ്ട കേസ് കൊടുത്തു. എന്റെ കയ്യിലുണ്ട്. കണ്ണൂർ ജയിലിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ സരിത ഇവിടെ കൊണ്ടുവന്ന കാര്യം കണ്ണൂർ ജയിലിന്റെ കാര്യത്തിൽ ഒരു ജയിലിലെ കാര്യം മാത്രമല്ല, നിയമലംഘനം പറഞ്ഞത് അത്തരം ഒരു സ്ത്രീയെ ചെന്ന് കണ്ട് അവർക്കൊരു വീട്
വീട് വെച്ച് കൊടുക്കാമെന്നും ഇത്ര കോടി രൂപ കോൺഗ്രസിനെതിരെ മൊഴി കൊടുത്താൽ കൊടുക്കാമെന്നും അവര് ഇന്ത്യ ടുഡേയിൽ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ കൊടുത്തിട്ട് അതിനെതിരെ ഡിഫർമേഷന് കേസ് കൊടുക്കാത്ത പാർട്ടി അപ്പൊ കുറ്റം സമ്മതിച്ചു. ഞാൻ പറയാം. പിന്നെ ഇവിടെ ഇപ്പൊ നമ്മളൊരു കാര്യം പറയാം. ഇവിടെ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് എന്ന് മാത്രമല്ല ഈ ഗവൺമെന്റ് കാലത്തും പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവരുന്ന മാധ്യമ പ്രവർത്തകരാണ്. മാധ്യമ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് പലപ്പോഴും അറിയപ്പെടാതെ പോകേണ്ടിയിരുന്ന പല ഗുരുതരമായ കേസുകളും പുറത്തു കൊണ്ടുവരുന്ന മാധ്യമങ്ങളാണ്. എന്റെ ചോദ്യം ജേക്കബ് ജോബിനെ അന്ന് സ്ഥലം മാറ്റുക മാത്രം ചെയ്ത മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രതിപക്ഷ നേതാവായിരുന്നുകൊണ്ട് ദാ ഉടൻ നടപടിയെടുക്കണം, ഇവരെ പുറത്തു കൊണ്ടുവരണം എന്നൊക്കെ എങ്ങനെ ധാർമ്മികമായി ചോദിക്കും? അല്ല, ഈ കുഴപ്പം നടത്തിയ ജയിൽ ഉദ്യോഗസ്ഥരെ പുറത്തു കൊണ്ടുവരണം, നടപടിയെടുക്കണം. ഞാൻ പറഞ്ഞത് രമേശ് ചെന്നിത്തല നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഒരു കേസ് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന്റെ പറയുന്ന നടപടിയെടുത്തല്ലോ. അല്ലല്ല, അതിന് മുൻപ് തന്നെ നടപടിയെടുത്തു. പക്ഷേ അതൊരു സ്ഥലം മാറ്റത്തിൽ മാത്രമായി ഒതുങ്ങിപ്പോയി. സ്ഥലം മാറ്റം ഒരു ശിക്ഷയല്ല. ശിക്ഷയല്ലല്ലോ. സസ്പെൻഷൻ ശിക്ഷയാണോ? സസ്പെൻഷൻ ശിക്ഷയാകുന്നു. സസ്പെൻഷൻ ശിക്ഷയാകുന്നു. കാരണം പ്രാഥമികമായ ഒരു അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. തൃശ്ശൂർ പോലെ കേരളത്തിന്റെ ഏറ്റവും വലിയ ജില്ലയിൽ പ്രവർത്തിച്ചിരുന്ന പോലീസ് സൂപ്രണ്ടെ അവിടുന്ന് പത്തനംതിട്ട പോലെ വളരെ 3-4 ബ്ലോക്കുകൾ ഒരു ചെറിയ ജില്ലയിലേക്ക് മാറ്റുമ്പോൾ അത് സ്വാഭാവികമായ ഒരു ഡിമോഷനാണ്, നോട്ട് എ പ്രൊമോഷൻ. അപ്പോൾ ഒരു ഡിമോഷനായി നമ്മൾ അതിനെ കാണണം. എന്തിനാ പ്രൊമോഷനായി കാണണം? ശരി, പക്ഷെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അങ്ങനെയെങ്കിൽ എന്താണ് നിജസ്ഥിതി എന്നുള്ളതും അതിനർഹിക്കുന്നതുമായ ശിക്ഷ ആണ് ഈ സ്ഥലം മാറ്റമെങ്കിൽ പിന്നെ സസ്പെൻഷൻ. സസ്പെൻഷൻ വന്നല്ലോ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോ. അപ്പൊ ആദ്യത്തെ നടപടിയേക്കാൾ കർക്കശമായ അടുത്ത നടപടി എടുക്കേണ്ടി വന്നില്ലേ? അപ്പൊ ആദ്യത്തെ നടപടി സംരക്ഷണമായിരുന്നു. ആദ്യം നിങ്ങൾ ഒരു വാർത്ത കൊണ്ടുവന്നപ്പോ അദ്ദേഹത്തിനെ സ്ഥലം മാറ്റി. രണ്ടാമത് അതിന്റെ അങ്ങനെയല്ല. ഇത്തരമൊരു കുഴപ്പം, ഇത്തരമൊരു വഴിവിട്ട നടപടി ഉണ്ടായി എന്ന് അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ തന്നെ ഇന്റലിജൻസ് വിഭാഗം അദ്ദേഹത്തിന് റിപ്പോർട്ട് കൊടുത്തപ്പോൾ പത്തനംതിട്ടയിലേക്ക് മാറ്റി. മാധ്യമങ്ങൾ അതിൻ്റെ യഥാർത്ഥ സ്ഥിതി പുറത്തു കൊണ്ടുവന്നപ്പോൾ സസ്പെൻഷനിലേക്ക് പോയി. അപ്പോൾ കാര്യങ്ങൾ ആദ്യം അറിഞ്ഞു, മാധ്യമങ്ങൾ അത് പുറത്തു കൊണ്ടുവന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങൾ ആദ്യം അകത്തൊളിപ്പിച്ചതിലെ ഒരു പ്രതിസ്ഥാനീയനാണ് സർ അന്നത്തെ ആഭ്യന്തരമന്ത്രി. താങ്കൾ ഈ പറയുന്ന ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണല്ലോ ജനവികാരം ഞങ്ങൾക്കെതിരായതും ഞങ്ങൾ ഇന്ന് പ്രതിപക്ഷത്ത് വന്നതും. ഞങ്ങൾക്കെതിരെ ഇത് ചൂണ്ടിക്കാണിച്ച് സമരം ചെയ്ത് അഴിമതിക്കെതിരെ ഒരു പ്രതിച്ഛായ സൃഷ്ടിച്ച് അധികാരത്തിൽ വന്ന ആളുകൾ ഇപ്പോ വിജിലൻസിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ വലിയ തത്തയല്ലേ? ശരി, ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നത് എനിക്ക് സമയവുമില്ല. ശ്രീ പി എം മനോജ്, എനിക്ക് MT രമേശിലേക്ക് പോകണം. അതിന് തൊട്ട് മുമ്പ് ഇവിടെ രമേശ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതാ ഒരു മാധ്യമ പ്രവർത്തകൻ വിളിച്ചിരിക്കുകയാണ് ജയിലിലേക്ക്. ജയിലിലിരുന്ന് ഒരു ജീവനക്കാരൻ പറയുകയാണ് കട്ട് ചെയ്ത് തിരിച്ചു വിളിക്കാമെന്ന്. നിസാം വിളിക്കുന്നു, സ്വന്തം പേരും പറയുകയാണ്. അപ്പോൾ ജയിലിന് പുറത്തു മാത്രമല്ല ജയിലിനകത്തും ഈ കാര്യങ്ങൾ നടന്നു എന്നത് സുവ്യക്തമാണ്. നടപടി അതിവേഗമുണ്ടാകണം. ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, തിരുവഞ്ചൂരിൻ്റെ കാലത്ത് ഈ പറയുന്ന കോഴിക്കോട് ജില്ലാ ജയിലുമായി ബന്ധപ്പെട്ട് TP കേസ് പ്രതികൾ ഫേസ്ബുക്ക് കളിച്ചു എന്ന വിവരം വന്നതിൻ്റെ പിറ്റേ ദിവസം ജയിൽ DGPയെ മാറ്റി. തീർച്ചയായും ജയിലിനകത്ത് അത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നത് ഇപ്പോൾ ഇന്ന് വന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പല സംഭവങ്ങളുണ്ട്, വസ്തുതയാണ്. ഈ വസ്തുത നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. പണത്തിൻ്റെ കളി, സ്വാധീനത്തിൻ്റെ കളി, ഇതൊക്കെ ജയിലിലെ ഉദ്യോഗസ്ഥ സംവിധാനത്തെ സ്വാധീനിക്കുന്നത് ജയിലിൽ മാത്രമല്ല പോലീസിലുണ്ട്. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയുടെ കാര്യം പറഞ്ഞല്ലോ, അദ്ദേഹമാണ് ഇപ്പോൾ കോടതി വിധി വന്നിട്ട് പോലും നിശാന്തിനി എന്ന് പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് പോലീസ് സംവിധാനത്തിലും പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും കളി നിലനിൽക്കുന്നുണ്ട് എന്നൊരു വസ്തുതയാണ്. ആ വസ്തുത അറിഞ്ഞുകൊണ്ട് എങ്ങനെ ഗവൺമെൻറ് പ്രതികരിക്കുന്നു എന്നതാണ് പ്രശ്നം. ആ പ്രശ്നം വരുമ്പോൾ നേരത്തെ രമേശ് ചെന്നിത്തല ചെയ്തതുപോലെ ഒരു സ്ഥലം മാറ്റം, അത് കഴിഞ്ഞ് പിന്നെ ആ നാട്ടുകാരാകെ അറിയുമ്പോൾ ഒരു സസ്പെൻഷൻ, അങ്ങനെയല്ല ഈ ഗവൺമെൻറ് ചെയ്യേണ്ടത്. മറിച്ച് കുറ്റവാളികളെ കൃത്യമായി സ്പോട്ട് ഔട്ട് ചെയ്ത് കണ്ടെത്തി അവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണം എന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. അത് ഈ പിന്നെ ജയിലിനകത്ത് പാതിരാത്രി കടന്നു വന്നിട്ട് മൊഴി മാറ്റാനും കത്ത് തിരുത്താനും പോകുന്ന പോലെയുള്ള ഒരു ഗൂഢ സംവിധാനം സർക്കാരിൻ്റെ സ്പോൺസർഷിപ്പിൽ തന്നെ നടക്കുന്ന അവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറ്റം വന്നു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അദ്ദേഹം പറഞ്ഞതുപോലെ അഴിമതിയും ഇത്തരം വൃത്തികേടുകളും കണ്ടുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ LDFനെ തിരഞ്ഞെടുത്തത്. ആ LDFിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം അതെങ്ങനെ കാത്തു സൂക്ഷിക്കുമെന്നത് പ്രധാനമാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെയാണ് ഇന്നത്തെ, കാരണം കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് നമ്മളറിയാലോ, ഈ വാർത്തകൾ മുഴുവൻ വന്നപ്പോഴും അന്നത്തെ ആഭ്യന്തരമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒരു
ഒരു പ്രതികരണവും നടത്തിയിരുന്നില്ല. അവരിൽ നിന്ന് ഒരു വാക്ക് പോലും നമ്മൾ കേട്ടിട്ടില്ല. ഇന്ന് ഈ വിവരം പുറത്ത് മാധ്യമങ്ങളിലൂടെ പുറത്ത് വന്നു. നേരത്തെ ഒഫീഷ്യലായിട്ട് 2 ആഴ്ച മുമ്പ് ശ്രീമതി ജമന്തി കൊടുത്തു എന്നാണ് പറയുന്നത്. ശരിയാണ്. എന്നിട്ട് പോലും മാധ്യമങ്ങളിലൂടെ പുറത്ത് വന്ന ആ നിമിഷം മുഖ്യമന്ത്രി നേരിട്ട് പ്രതികരിക്കുകയാണ്, മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുകയാണ്, ജയിൽ മേധാവി വിളിക്കുകയാണ്. ഇങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊള്ളണം, അതിന് കൃത്യമായ നടപടി എടുത്തുകൊള്ളണമെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്ന അവസ്ഥ. അതാണ് ഈ എല്ലാം ശരിയാകുമെന്നാണല്ലോ LDF പറഞ്ഞത്. ശരിയായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി അഥവാ ഇങ്ങനെ ശരിയാവുന്നതല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിമർശകനായിട്ട് ഞാനടക്കം ഉണ്ടാവും. ഞാൻ ഈ പറയുന്ന പോലെ പഴയ കാലത്തെ മുഴുവൻ കാര്യങ്ങളെയും സംരക്ഷിക്കാൻ പോകുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ ഈ CPMകാർ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ആളുകൾ കൃത്യമായി ജയിലിനകത്തായാലും പുറത്തായാലും പോലീസിങ്ങിലായാലും നിഷ്പക്ഷമായി നീതിനിഷ്ഠമായി കാര്യങ്ങൾ നടക്കണം എന്ന നിർബന്ധ ബുദ്ധിയോടെ ഇടപെടുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വിവരം പുറത്തു വന്നപ്പോൾ അതിന് പ്രതികരണം ഉണ്ടായത്. അത് നേരത്തെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കാലത്ത് ഉണ്ടായിരുന്നത് വ്യത്യസ്തമാണ് എന്ന വസ്തുത മാത്രം അദ്ദേഹം അംഗീകരിച്ചാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഞാൻ ഇടവേളയിലേക്ക് പോകാൻ. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് പോലീസിലെ പുഴുക്കുത്തുകളെ പുറത്താക്കുമോ പുതിയ സർക്കാർ? ഇടവേളയ്ക്ക് ശേഷം.